ഹലോ. അപ്പം നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇന്ന് റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നാട്ടിലിപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല തണുപ്പും ചീഞ്ഞ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ സുഖമുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ തോടും പുഴയൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചാടാനും കുളിക്കാനൊക്കെ എന്താ സുഖം. നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഒന്ന് ചാടി കുളിക്കാം. പ്രവാസികളൊക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ നാട്ടിൽ പോരിട്ടാണ്. പിന്നെ അതിൻ്റെ പുറമെ അവിടെ പഞ്ചാലിക്കൽ മീൻ പിടുത്തം കണ്ടില്ലേ, ഈ വലാണ്ട് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വല കണ്ട് കോരുമ്പോൾ ഏകദേശം ഒരു 100-150 കിലോ മീൻ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളൊരു ധാരണ. ഏതായാലും വല എന്നുകൊണ്ട് വലിച്ചു നോക്കുക, അപ്പോൾ നമുക്കറിയാം ഇതിൽ എന്താണ് ഉണ്ടാകുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ 100-200 കിലോ മീനൊക്കെ ഒരറ്റടിക്കൊണ്ട് കയറുന്ന സ്ഥലമാണിത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ബലം അങ്ങോട്ട് എടുത്ത് നോക്കട്ടെ. ഏതായാലും മൂപ്പര് കാര്യമായിട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കോട്ടിയെങ്കിലും ഇതിലില്ലാതെക്കൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. മനസ്സിലായ? അതാ വല കരക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷയിൽ അങ്ങേപ്പുറമാണ് ഇതിലുള്ളത് കേട്ടോ. നമ്മുടെ പ്രതീക്ഷേൻ്റെ ഒരു പരല്, വാള, പിന്നെ വിലാലൊക്കെ ആയിരുന്നു. പക്ഷെ തൽക്കാലം ഇതിൽ അതൊന്നുമില്ല. ഒരു കോട്ടിയും ഒരു പരലുമാണുള്ളത്. തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് എന്ന് വിചാരിച്ചങ്ങാണ്ട് എപ്പോഴും വീശുമ്പോൾ അങ്ങനെ ആവില്ല കേട്ടോ. ഇതിൻ്റെ മുന്നേ വീശിയത് കണ്ടില്ല നിങ്ങൾ, അവിടെ അതാക്കും പിടിച്ച് വെച്ചാണ് വലിയ കടുങ്ങാലി, പെടക്കണ ജാതി. മനസ്സിലായ? അപ്പോൾ ഇവിടെ വന്നാൽ എപ്പോഴും സ്റ്റോക്ക് കൊട്ടിയിൽ ഇങ്ങനെ ഉണ്ടാവും. തൂങ്ങണം വരി വരിയായിട്ട് കൊട്ടിയിൽ പരൽ അപ്പുറത്തുണ്ട്, അതിൻ്റെ അങ്ങേ പുറത്ത് ബിലാലുണ്ട്.